അസ്സലാമു അലൈക്കും. ഞാൻ സൽമാൻ്റെ വീണ്ടും ഒരു സൽമാൻ നസീറിയുടെ ഒരു പ്രസംഗത്തിന് ഭാഗം കൂടി കേട്ടു. അതായത് അവനക്കെതിരിൽ പോസ്റ്റ് ഇട്ട് മൂപ്പർക്കെതിരിൽ പോസ്റ്റ് ഇട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ പ്രസംഗം. പക്ഷെ അവിടെ അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് പിന്നെ ദുബായിലൊക്കെ മയ്യത്ത് ഒളിപ്പിക്കുന്നത് പിന്നെ സമസ്ത പ്രവർത്തകന്മാരാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം എന്ന്. അത് വിക്കാക്കാർ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. ഇത്രയും കാലം നിങ്ങൾ ഉണ്ടായിട്ടില്ല അതൊക്കെ നടന്നത്. നിങ്ങളൊക്കെ ജനിക്കുന്നതിൻ്റെ മുമ്പ് ലോകത്തിൻ്റെ പല ഭാഗത്തും ഇതേപോലുള്ള പരിപാടികൾ നടത്തി നാട്ടിലേക്ക് മയ്യത്തെത്തിച്ച് കവറടക്കി ഇതൊക്കെ ചെയ്ത ആൾക്കാരാണ് പിന്നെ KMCC-ക്കാരും മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും ഒക്കെ. മനസ്സിലായില്ലേ? അതിൽ അവസ്ഥയുടെ പ്രവർത്തകന്മാരുണ്ടോ? പക്ഷേ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട്, കോട്ടിൻ്റെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി മേലാൽക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ഉമറാക്കളും ആ നാട്ടിലെ നിഷ്കളങ്കരായ സമസ്തയെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാർ തീരുമാനിക്കും കോട്ടിടണോ ഇടണ്ടേ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇനി ആ കോട്ടും കൂടി കഴിച്ചെപ്പിക്കാനുള്ളൊരു പണി എടുക്കാതിരിക്കുക നല്ലത്. KPS കോളാമ്പിന്റെ വോയിസ് കേട്ടു. ഇനി വിത്തായന്റെ നീലപ്പട്ടാളം ഡ്രസ്സിട്ട് ഒരു സമസ്തന്റെ ഒരു ആലിമ്യങ്ങളുടെ ജനാസയും പങ്കെടുപ്പിക്കാൻ പറ്റൂല, 4 ആലത്ത് കളിപ്പിച്ചൂല, പ്രത്യേകിച്ചും മയ്യത്ത് കുളിപ്പിക്കാനൊന്നും പിന്നെ ആ കോട്ടിടാൻ പറ്റൂല. അപ്പൊ KPS പറയാൻ എന്താണെന്നറിയാം, വിത്തായന്റെ മക്കൾ ഇനിയും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഒരുങ്ങി വരേണ്ടടുത്ത് ഒരുങ്ങി വരും, ചമഞ്ഞ് വരേണ്ടടുത്ത് ചമഞ്ഞ് വരും, അതബിൽ വരേണ്ടവർക്ക് അതബിൽ വരും. പെട്ടെന്ന് ഈ കോട്ടും വേണ്ട സൂട്ടും വേണ്ട എന്നുള്ളവർക്ക് അങ്ങനെ ചെല്ലും. ഉദാഹരണം പറയാം, ചില അപകടങ്ങൾ സംഭവിച്ച സ്ഥലത്ത് അവിടെ കോട്ടിൽ നിൽക്കില്ല. ഈ കാര്യം മക്കൾ നേരിട്ട് പോയി ഇടപെട്ടിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം. എന്നാൽ കനവലി കനാൽ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഇട്ട തൊപ്പിയൊക്കെ മാറ്റിച്ചിട്ടാണ് അവിടെ വൃത്തിയാക്കുന്നത്. ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ സ്ഥലത്ത് ഓരോ യോജിച്ച രൂപത്തിൽ എന്ത് ചെയ്യും, കായന്റെ പട്ടാളം അത് രൂപീകരിച്ചത് മുതലേ എന്ത് ചെയ്യുന്നുണ്ട്, തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിനെ തടയാൻ വേണ്ടി വന്നാൽ പള്ളിയിലും മദ്രസയിലും പാവപ്പെട്ട പിന്നെ മൂല്യന്മാരെ ജോലി കളഞ്ഞിട്ട് അവരെ തെരിയിരുത്തി അതിന് വേണ്ട എല്ലാ കുതന്ത്രങ്ങളും എന്നിട്ട് അതാത് പ്രദേശത്തുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പാവപ്പെട്ട മാലിന്യങ്ങളുടെയും അതുപോലെ തന്നെ മുദരിസിമാരുടെയും കഞ്ഞികൂടി മുട്ടിച്ച ഈ വിഭാഗം എന്താ വിചാരിച്ചത്, സമസ്തക്ക് ഇവിടെ ഒരു വേരോട്ടുണ്ട്, സമസ്തക്ക് ഇവിടെ അധികമായ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് SKSF ഉണ്ട്. SKSF തന്നെ സമസ്തന്റെ ഊന്നുവടിയാണ്. മനസ്സിലായില്ലേ? നല്ല ഓർമ്മിച്ചോണ്ടി തൊള്ളി തോന്നി എന്തും വിളിച്ചു വരാൻ വിചാരിച്ചിട്ട് ആ വിളിച്ചു വരലൊക്കെ പറഞ്ഞോണ്ടി, പക്ഷെ അത് നടപ്പിലാ വരുത്താൻ വേണ്ടി ശ്രമിച്ചോണ്ട് അപ്പാറി വിവരം. അതെന്താ മനസ്സിലാക്കിയത്? നിങ്ങൾക്ക് മാത്രമേ ഇവിടെ ശക്തിയുള്ളൂ മനസ്സിലാക്കിയോ? 100 കഴിഞ്ഞ സമസ്തകൾ ജമ്മിയത്തോടെ കൂടെ 10,000-കണക്കിന് പടയാളുണ്ടോ ഓരോ ജില്ലയിലും 10,000-കണക്കിനുണ്ട്. മനസ്സിലായോ? കോട്ടും സൂട്ടും ഇട്ടിട്ട് നേരിടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ലിക്കന്റെ കാലം വരുന്ന ആർക്കും ഞങ്ങൾ തൊടാൻ കഴിയാത്തത്. നിങ്ങൾക്കിങ്ങനെ വലിയ വായുണ്ട്, പിന്നെ വലിയ വർത്താനം പറയാനല്ലാതെ സജറ കുജറാന്ന് പറയുന്നല്ലാണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്തെന്നറിയോ, അതായത് പ്രദേശത്തുള്ള ലീഗിന്റെ ആൾക്കാരെ കുടിച്ചിട്ട് എന്ത് ചെയ്യുക, പാവപ്പെട്ടവന്റെ പിന്നെ മുദരിസുമാരുടെ ദിവസം എടുക്കുക, അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ കഞ്ഞൂടി മുട്ടിക്കുക, അല്ലാണ്ട് എന്ത് കുന്തങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുക, ഓരോ ഇടയ്ക്കും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായി? അത് കാലം തെളിയിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് വലിയ വർത്തമാനം പറയാൻ എന്താണ്, ഞാൻ ഇലക്ഷനിൽ ഞങ്ങൾ കാണിച്ചില്ല, കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ കാണിച്ചില്ല, ഈ നിയമസഭാ ഇലക്ഷനിൽ കാണിച്ചില്ല എന്നൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്. അത്രക്കാലം ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാറുണ്ട്. 2016 നിങ്ങൾ എവിടെയും 2016 നിങ്ങളെ ശക്തി എവിടെ പോയിരുന്നു? 10 കൊല്ലം മുമ്പ് 2016 വലിയ പടവൃക്ഷങ്ങളല്ലേ പിന്നെ ഓരോ സ്ഥലത്തും കുട്ടിപ്പുറത്ത് കുഞ്ഞാൽക്കുട്ടിനെ പിന്നെ വക വരുത്തിയില്ലേ? കേവലം ഒരു പിന്നെ ജലീൽ സാഹിബ്, അതുപോലെ തന്നെ മുനീറിനെ വക വരുത്തിയില്ലേ? അതുപോലെ ആരെ വക വരുത്താത്തത്? KP മജീദ് ഈത്തനോട് തിരിഞ്ഞില്ലേ? ആരെ വക വരുത്താത്തത്? എല്ലാവരും വക വരുത്തിയില്ല. അപ്പൊ രാഷ്ട്രീയത്തിന്റെ ഉമ്മാക്കി കാണിച്ചൊന്നും ഞങ്ങൾ പൊളിച്ചാൽ നിൽക്കണ്ട. രാഷ്ട്രീയം തന്നെ സാഹചര്യത്തിനനുസരിച്ച് മാറി മറിഞ്ഞു വരും. മനസ്സിലായോ? ആ ഒരു ഉങ്കൊന്നും കാണിച്ചിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട. സമസ്തന്റെ മക്കൾ ആരും വേദാളക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ആത്മീയ സംഘടനയാണ്. ഞങ്ങൾക്ക് ആത്മീയമായി കരുത്താളത്, അല്ലാണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയ ബലമുള്ളത്. നല്ല ഓർമ്മിച്ചുകൊണ്ട് കോളാമ്പിനോടാ പറയുള്ളത്, കോളാമ്പിനെ താങ്ങുന്ന ആൾക്കാരുടെ പറയുള്ളത്. അടങ്ങി നിൽക്കാൻ ചടങ്ങി നിൽക്കുക, അല്ല പിന്നെ എന്താ പറയാ പ്രകോപനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ എന്താ അത് പിന്നെ പബ്ലിക്കാക്കിയിട്ട് ജനങ്ങളെ പിന്നെ എന്താ പറയാ വികാരം വച്ചുവിടാനാണ് പിന്നെ മുന്നോട്ട് വരുന്നത്. ഞങ്ങൾ നിയമത്തിന്റെ പോയിക്കോട്ടെ അടങ്ങി നിൽക്കുന്നവർ എന്ത് ചെയ്യാം, പിന്നെ അപ്പൊ ഭരണം കിട്ടിയണൊക്കെ പിന്നെ അധികാരം കിട്ടി മനസ്സിലാക്കിയിട്ട് എന്തും വിളിച്ചാറേ നടക്കൂലട്ടോ. കോളാമ്പിയെ നല്ല ഓർമ്മിച്ചോണ്ടി. അല്ലെങ്കിലും ഇയാളൊക്കെ ഇത് പറയാൻ എന്താ ഇയാൾക്ക് അറിയാതുള്ളത്? ഇയാൾ ലീഗിൻ്റെ വല്ല സ്ഥാനത്തിരിക്കുന്ന ആളാണോ? ഇയാൾ ലീഗിൻ്റെ കാര്യം പറയാൻ ഇയാളെ ആരാണ് ഏൽപ്പിച്ചത്? ഈ കണ്ട നീലപ്പട്ടാളം വികായയുടെ പല ആളുകളും ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ള ആളുകൾ വരെ ഉണ്ട്. പല പഞ്ചായത്തുകളിലും മേഖലകളിലും പ്രാദേശികമായിട്ടൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകൾ പോലും അതിലുണ്ട്. അങ്ങനത്തെ ആളുകൾ വരെ വികായയിലുണ്ട്. പക്ഷേ അവർക്കൊക്കെ പ്രാധാന്യം ദീനിനോടാണ് മുൻഗണന നൽകുക. വികായൻ്റെ കാര്യങ്ങൾക്കും SKSFൻ്റെ കാര്യങ്ങൾക്കും സമസ്തൻ്റെ കാര്യങ്ങൾക്കും, അതായത് ദീനിൻ്റെ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുക എന്നേ ഉള്ളൂ. ഈ പറയണ ചങ്ങാതി ഈ എക്കോതങ്ങൾക്ക് എന്ത് അർഹതയാണ് ഇവരെ ഉപദേശിക്കാനുള്ളത്? രണ്ടിലും ഒരുപോലെ ഭാഗവക്കായി സമൂഹത്തിന് സേവനം ചെയ്യുന്ന ഈ നീലപ്പട്ടാളത്തെ വികായയെ ഉപദേശിക്കാനും അല്ലെങ്കിൽ അവരെ താക്കീത് ചെയ്യാനും അതുകൊണ്ട് ഇല്ലാതാക്കുമെന്ന് പറയാനും ഇയാൾ കരാറെടുത്താണോ? ഈ മഹല്ലുകളെ മുഴുവൻ മഹല്ലത്തിലേക്ക് ഇറങ്ങി ഒക്കെ മഹല്ല
ഈ പല്ലി അട്ട തള്ളി പിടിച്ച് നിൽക്കുന്ന മാതിരിയാണ്. ഈ മഹലൊക്കെ ഇപ്പോൾ മൂപ്പര് താങ്ങി നിർത്തുകയാണെന്നാണ് മൂപ്പര് വിചാരം. ചിലക്കാതെ പോകാൻ പറയുക ആൾക്കാനോട്. ഇങ്ങനെ കുറേ മഹല്ലുകളുടെ പേര് പറഞ്ഞിട്ടാണ് പണ്ട് തഹിയ്യക്കെതിരെ മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്ത് എയറിലേക്ക് പോയത്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ ഒരൊറ്റ പൈസ പോലും, ഒരു നാണയം പോലും തഹിയ്യക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുത്ത്. ആദ്യമായിട്ട് അയാൾ മാധ്യമങ്ങളെ കണ്ടതാണ്. അതോടുകൂടെ എയർ കയറി. അതിന് ശേഷം അത് അവസാനത്തെയും ആദ്യത്തെയും പരിപാടിയായിപ്പോയി. അതിന് ശേഷം പിന്നെ തഹിയ്യ ഒരടിച്ച് കയറലാണ്. അതിനെക്കാട്ട് സ്പീഡിൽ അതിൻ്റെ എയറിൽ ഇയാളും പൊന്തി മേലക്ക്. ഇതാണ് അന്നുണ്ടായത്. അന്നും ഇയാൾ ചൂണ്ടിക്കാണിച്ചതും വരച്ച് കാട്ടിയതും ഒക്കെ ഈ മഹല്ലുകളെയാണ്. മഹല്ലുകൾ വിചാരിച്ചാൽ നിങ്ങളെ നിലക്ക് നിർത്തും, നിങ്ങളെ അതാക്കും ഇതാക്കും, മഹല്ല് ഞങ്ങളുടെ കയ്യിലാണ്, മഹല്ല് എന്ന് പറഞ്ഞിട്ട് ഇയാൾ കുറേ വോയിസൊക്കെ ഇറക്കുന്നു. പക്ഷെ മഹല്ലുകാരൊക്കെ ഇവരെ കൈവിട്ട് കളഞ്ഞു. മഹല്ലുകളൊക്കെ സമസ്തൻ്റെ ഒപ്പാണ് നിന്നത്. അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ, 46 കോടിയിലേക്ക് അന്ന് തഹിയ്യ ഉയർന്നത്. ഇയാളെയും ഇയാളെപ്പോലുള്ള ആളുകളെയൊക്കെ ആഹ്വാനങ്ങളെ ജനങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് അറബിക്കടലിലേക്ക് എറിഞ്ഞു. അറബിക്കടലിനിപ്പോൾ ഭയങ്കരമായ പ്രസക്തി ഉണ്ട്. അറബിക്കടലിലിപ്പോൾ പല കാര്യങ്ങളും കൊണ്ട് എറിഞ്ഞ് അത് നിറഞ്ഞു കിടക്കുകയാണ്. ആ അറബിക്കടലിലേക്കാണ് ഇയാളെ വാക്കിനെയും അന്ന് ജനങ്ങൾ എറിഞ്ഞത്. ഇവർക്കിപ്പോൾ എന്താ പറ്റിയത് അത് അറിയാം. ഇതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ സുഹാബികൾക്കിപ്പോൾ പറ്റിയത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നേ ലീഗുകാർ നന്നായിട്ട് സഹകരിച്ചിരുന്നു ഇവരുടെ പരിപാടിക്കൊക്കെ വിജയിപ്പിച്ചു കൊടുക്കാനും മറ്റൊക്കെ. കാരണം അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ട്. പക്ഷേ ഇപ്പോൾ ലീഗുകാർ ഓരോ പരമമായ ലക്ഷ്യം തെരഞ്ഞെടുപ്പ് വിജയിക്കുക, കുറച്ച് മന്ത്രിമാരെ ഉണ്ടാകുക, ഇതൊക്കെ അവർ നേടിക്കഴിഞ്ഞു. പിന്നെ ഇവരെ അവർക്ക് ആവശ്യമല്ല. മാത്രമല്ല ലീഗിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകൾക്ക് തന്നെ മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥന്മാരെ MLA മാരൊന്നും കിട്ടണില്ല, അവർ പറഞ്ഞ വഴിക്ക് പോകണില്ല എന്നുള്ള വിവാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ വെറുതെ പറയല്ല കേട്ടോ. അവരുടെ സൈബർ പോരാളികൾ തന്നെ ഫേസ്ബുക്കിൽ കുറിച്ചതാണ് ഞാനീ പറയണത്. അവരുടെ സൈബർ പോരാളികൾ തന്നെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്ന കാര്യങ്ങളാണ്. അല്ലാതെ വെറുതെ ഒരു ആരോപണം പറയുകയാണെന്ന് പറഞ്ഞിട്ട് വരണ്ട. സംഗതി യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു വലിയ പാർട്ടി സംവിധാനമൊക്കെ ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. ഒരു വലിയ പാർട്ടി ആകുമ്പോൾ ഒരാൾക്ക് നിയന്ത്രിക്കാനോ രണ്ടാൾക്ക് നിയന്ത്രിക്കാനോ ഒന്നും കഴിയുന്ന അവസ്ഥയിലല്ല. അത് പടർന്ന് പന്തലിച്ച് വലിയൊരു പാർട്ടിയായിട്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വലിയ സംഘടന വലുതാകും തോറും പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കും. അതൊക്കെ അതിൻ്റെതായ ഭാഗത്ത്, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, അതിൻ്റെതായ ഭാഗത്ത് നടക്കും. അതിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് പോകും. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് ഇതിലൊരു റോളും ഇല്ലാതായി. ഇവരെന്തെങ്കിലുമൊക്കെ കിട്ടുന്നോ, എന്തൊക്കെ പ്രതീക്ഷിച്ചൊരു മോഹഭംഗത്തിലകപ്പെട്ടതുപോലെ ഇവരുടെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു മന്ദീഭവിച്ച ഒരു അവസ്ഥയിലാണുള്ളത്. സമസ്ത ഇപ്പോഴും അജയ്യമായിട്ട് മുന്നോട്ട് വേണം. ഇവർ അതിനെ തുരങ്കം വെക്കാൻ വേണ്ടിയിട്ട് പല പദ്ധതികളും ആവിഷ്കരിച്ചെങ്കിലും അതൊക്കെ അറബിക്കടലിലായ ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നൊരു പിടുത്തില്ല. അപ്പോൾ ഈ മഹല്ലുകളെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആകെ നിലനിൽക്കുന്നത്. അതും കൂടി ഞങ്ങളെ കയ്യിൽ നിന്ന് പോയാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ് ഈ മഹല്ലുകൾ. ആ ഒരു സങ്കല്പത്തിലാണ് ഉറങ്ങുന്നത്. അത് സ്വപ്നം കണ്ടുകൊണ്ടാണ്. മഹല്ലുകൾ കൂടെ ഞങ്ങളെ കൈവിട്ടാൽ സുപ്രഭാതം ക്യാമ്പയിൻ വരികയാണ്. മഹല്ലുകൾക്ക് ഇനിയും നിർദ്ദേശം ഇയാൾക്ക് വരാണ്ട്. മഹല്ലുകൾ ഇനി ഇയാളെ കൈവിടുമോ അല്ല മുറുക്കി പിടിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ഇതുവരെ മഹല്ലുകളൊക്കെ സുപ്രഭാതത്തെ നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മഹല്ലുകൾ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണതേ, അത് ഇയാളൊരു സൂക്കടാണ്, അതൊരു സ്വപ്നത്തിൻ്റെ ഭാഗമാണ്. അയാളെ ഒരു ആഗ്രഹം മനുഷ്യന്മാർക്ക് പലതുണ്ടാവുമല്ലോ, അതേപോട്ടൊരു ആഗ്രഹം. ഈ മഹല്ലുകളാണ് ഇപ്പോൾ വിഖായനെ നിലക്ക് നിർത്താൻ പോണത്. അപ്പോൾ ഇയാളെ സൂക്കടിനൊന്നും മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല. എനിക്ക് അതിൻ്റെ പാട്ടിന് വിടാൻ നല്ലത്.